എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ കമൻറ്റ് നിങ്ങളൊക്കെ വായിച്ചില്ലേ? എടാ ഷാജി, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? പഴയ പ്രവാസിയാന്ന് കേട്ടാ. പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം 3 കൊല്ലമായിട്ടായി മതിയാക്കി പോയിട്ട്. പക്ഷേ ഓനും കുറേ പ്രവാസത്തിൽ അനുഭവിച്ച വ്യക്തിയാണ്. ഇപ്പം കുറച്ച് ഹാപ്പിയാണ്. ഏതായിരുന്നാലും പ്രവാസ ലോകം മതിയാക്കി നാട്ടിൽ പോകുന്നവരൊക്കെ ഹാപ്പി ആവണം. പറഞ്ഞു വരുന്നത്, ഓനിൽ നിന്നും ഞാൻ പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട് കേട്ടാ. കാരണം അദ്ദേഹം പറയും പൈസ ഉണ്ട്, പക്ഷെ ഇവിടുന്ന് മാസ ശമ്പളവും ഉണ്ട്. പക്ഷെ നാട്ടിൽ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ വീട്ടിൽ ആരോരും ഇല്ലാത്തവർക്ക് എൻ്റെ ഭാര്യ തന്നെ എല്ലാത്തിനും, എൻ്റെ ജോലി പോലും എൻ്റെ ഭാര്യയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 2 കുട്ടികളാണ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് സുഖമില്ല എങ്കിൽ ആ കുട്ടിയെ ഈ അമ്മ, ചിലപ്പോൾ ഇവൻ്റെ ഭാര്യ, വൈഫ്, ആ മൂത്ത കുട്ടിക്ക് എന്തെങ്കിലും സുഖമില്ല അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വീട്ടിൽ അമ്മ ഉണ്ടാവില്ല. അമ്മ മൂത്ത കുട്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് അവൻ പറയട, എൻ്റെ ഭാര്യ മാത്രമാണ്, എന്തിനാണ് ഞാൻ പോക്കായി, നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നാട്ടിൽ പണിയുണ്ട്. അതിലേറെ അവൻ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്നറിയാം? എടാ അഷ്റഫേ, സമാധാനം ഉണ്ടടാ. പൈസ മാസം ഒന്നിച്ച് കിട്ടൂലെങ്കിലും ദിവസം കിട്ടും. അതൊരാശ്വാസമാണ്. എന്താണെന്നറിയാം? ഇന്ന് രാവിലെ ഉറങ്ങി എണീച്ച് പണിക്ക് പോവും, 1000 ഉറുപ്യ കിട്ടും. തിരിച്ച് വൈകുന്നേരം വന്നാൽ നാളത്തേക്ക് ജീവിക്കാനുള്ള 1000 ഉറുപ്യ ഇന്ന് വൈകുന്നേരം കിട്ടിയിട്ടുണ്ട്. പിന്നെ നാളെ പോയാൽ മറ്റന്നാളത്തേക്കുള്ള കിട്ടും. ഉച്ചയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനില്ല. അവിടുത്തെ പോലെ കുട്ടികൾക്ക് എന്നും അസുഖം എന്ന് പറയുന്നതില്ല. ഭാര്യക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. ഹോസ്പിറ്റൽ കേസ് കുറവാണ്. ഓൻ പറയുന്നത്, നാട്ടിലുള്ള ഭാര്യക്കും കുട്ടികൾക്കും എന്തെങ്കിലും ഒരു അസുഖമാകുമ്പോൾ ഇത് നമ്മൾ ഫോൺ ചെയ്തിട്ട് അവർ പറയുമ്പോൾ നമുക്ക് അവിടെയും വലിയ ടെൻഷനാണ്. പ്രവാസ ലോകത്തിരിക്കുന്നവർക്ക് വലിയ ടെൻഷനാണെന്നൊക്കെ പറയും. കാരണം എന്താ, ഇവരെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഭാര്യക്കാരയില്ല, അല്ല എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ രാത്രി ഉറക്കുണ്ടാവില്ല, നമ്മളാകെ ഒരു ഭ്രാന്തനെ പോലെയാവും, നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ ഇതാണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന്, ഹോസ്പിറ്റൽ കേസൊക്കെ കുറവാണ്, ഞാനിവിടെ ഉണ്ട്. അതുമാത്രമല്ല, നമുക്കാണെങ്കിൽ കൂടുതൽ ടെൻഷനൊന്നുമില്ല. ഇനി എന്ത് പണിക്ക് പോയാലും അവിടെ കുറച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് ഈ മക്കളെയും ഭാര്യനൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ എല്ലാം ഫ്രഷായി, നമ്മുടെ ടെൻഷനും പോയി, എല്ലാം പോയി, ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ അതാണ് പ്രവാസം. അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ആരോരുമില്ലാതെ നാട് വിട്ട് ജീവിച്ച് നിന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലേ, നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലേ. ഇവിടുത്തെ ജീവിതം അവിടുത്തെ ജീവിതമൊക്കെ ടച്ചാക്കി നോക്കുമ്പോൾ ഏതായാലും ഷാജി, ഞാനും ഉണ്ടാവും ഇവിടെ അടുത്ത്. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നിന്നെപ്പോലെ തന്നെ ഞാനും എന്താക്കട്ടെ, കുറച്ച് കാലം ഒരു ഹാപ്പിയായി ജീവിക്കട്ടെ. നമ്മളെ മെമ്മറിയൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് ഡിലേറ്റ് ചെയ്യട്ടെ. കാരണം എന്താണെന്ന് പറയുക, രാവിലെ പണിക്കോവും, വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഹാപ്പി ആവുമല്ലോ. പക്ഷെ വീട്ടിലില്ലവരും കൂടി നന്നാവണം കേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഇല്ലതും പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ എല്ലാവരോടും ഏറെക്കുറെ സ്നേഹം മാത്രം.